പത്രത്തിലുണ്ട്. വല്ല രാഷ്ട്രീയ കൊലപാതകവുമായിരിക്കും. തല എത്രണ്ണം തെറിച്ചടാ? സ്കോർ പറ. അതല്ല ഈ സാറിന്റെ വാർത്ത. നിരോധാനം. നിരോധാനവും നല്ലടാ, തിരോധാനവുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഞാൻ പഠിച്ച ഇംഗ്ലീഷ് മീഡിയത്തിൽ. പിന്നെ പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? എന്റെ പെട്ടി റെയിൽവേ പോലീസിന് കിട്ടിയെന്ന്. പെട്ടിക്കകത്ത് പ്രയോജനമുള്ളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവരത് സമ്മതിച്ചത്. എന്റെ തിരോധാനം ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരർത്ഥത്തിൽ നല്ലതാ. പക്ഷെ ശാലിനിയും കുഞ്ഞുങ്ങളും അമ്മ അപ്പോട്ടിനൊക്കെ ഭയക്കും. എന്നാ വീട്ടിലോട്ട് ചെല്ലേ. അതേതായാലും ഉടനെ ഇല്ല. എന്റെ ജോലിയുടെ ഗതി എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ സാറിന് ഇവിടെ സുഖമായിട്ട് കഴിയാം. ഞങ്ങളൊക്കെ ഇല്ലേ? ഹലോ, അതെ ഞാനാ നമ്പ്യാര്. ഇപ്പൊ ഒരു വാർത്ത അറിഞ്ഞു. ദേശത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ഒരു അജ്ഞാത ജഡം കണ്ടു. കൈയും കാലും അറ്റ നിലയിലാ. അടയാളമൊക്കെ ഏകദേശം കറക്റ്റാ. നമ്പ്യാര, ദേശത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ. അല്ല, ആളിതാണെന്ന് ഉറപ്പൊന്നുമായിട്ടില്ല. അവര് പോയിട്ടുണ്ട്. എന്താന്ന് കൃത്യമായിട്ട് അറിയാതെ. എന്തൊരു വിധിയാ എന്റെ കുട്ടിയുടെ. എന്ത് പാപം ചെയ്തു നമ്മള്. അപ്പുകുട്ടനാര് പോയൽപ്പം വിശ്രമിക്കേ. കാണാൻ പോയവർ ഉടനെ വിവരം അറിയിക്കും. എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. പാല് കുടിക്കാൻ നീ അത്രയ്ക്കായോ? ശാലു, കുഞ്ഞിനെ തല്ലരുത്, കുഞ്ഞിനെ തല്ലരുത്. ശാലു, ശാലു. ആളെ മനസ്സിലാക്കാതെ കണ്ണ് തെറ്റിയ തെണ്ടികൾ വരും. എന്റെ അടുത്താ കളിക്കുന്നത് ഇവനെയൊക്കെ. വൈഫിനെ കൂടെ കണ്ടിരുന്ന എനിക്ക് തൃപ്തിയായേനെ. ആ അടി കിട്ടിയപ്പോ തന്നെ എനിക്ക് തൃപ്തിയായി. യാചക നിരോധന മേഖലയാണ്. നമ്മളിവിടെ കണ്ട പോലീസ് പിടിച്ചോണ്ട് ബാ. എന്റെ ശാലുവിനെ. ലൂശാനൊക്കെ നമുക്ക് പിന്നെ കാണാം. ലൂശായ? മാഷിന്റെ ലൂശ. പുണ്യാള, ഇപ്പൊ തമാശ പറയരുത്. തമാശ എന്റെ കൂടപ്പറപ്പാണ് മാഷെ. പണ്ട് എന്റെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അപ്പച്ചൻ കാണിച്ചൊരു തമാശയാണ് ഞാനന്ന്. അയ്യോ, പോലീസ് ഓടിക്കോ മാഷേ. അതിനെന്തിനാ ഓടുന്നത്? നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. യാചക നിരോധന മേഖലയിൽ തട്ടാനെന്ന് പറഞ്ഞ് കക്കാനല്ല നീയൊക്കെ നടക്കുന്നത്. അയാളെ ഇതുവരെ കണ്ടില്ലല്ലോടാ. കിർക്കങ്ങാലികളെ ജീപ്പ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഓടിക്കോന്ന്. എടാ, ആ പ്രദേശമൊക്കെ യാചക നിരോധന മേഖല എന്ന കാര്യം നിനക്കറിയാൻ മേലേ? ആ സമയത്ത് കിർക്കങ്ങാലികൾ വരുമെന്ന് ഞാൻ കരുതിയ. വരാതെ പറ്റുകോടാ. കൃത്യനിർവഹണം തെണ്ടുകളോടല്ലേ പറ്റൂ. തെണ്ടികളെ ആട്ടിപ്പായിക്കുന്ന ഇവനൊക്കെ തെണ്ടികൾ എങ്ങനെ ഉണ്ടാകുന്നെന്നും ജനങ്ങൾ തെണ്ടുകൾ ആയിക്കൊണ്ടിരിക്കുവാന്നും മനസ്സിലാക്കുന്നില്ല. എന്റെ സ്വപ്നം ഒരു തെണ്ടി രാജ്യമാണ്. എല്ലാരും തെണ്ടികൾ. ലോകാ സമസ്ത സുഗമോ ദേവി സാരേ ജഹാംസെ അമിതാഭ് ബച്ചൻ. ഈ പോക്ക് പോയാൽ വലിയ താമസമില്ലാതെ ആയിക്കോളൂ. ഏതായാലും നീ അയാളെ ഇട്ടിട്ടോടിയത് ശരിയായില്ല. അപ്പൊ ഞാനും അന്തറിലേക്ക് പോണമെന്നാണ്. കിർക്കങ്കാളികൾ നമ്മളെ സ്ഥിരം പിടിച്ചിട്ട് ചെയ്യണ പോലെ പട്ടണത്തിൽ വെളിയിൽ എവിടെ കൊണ്ടിട്ടുണ്ടാവും. പിന്നെ കയ്യിൽ ബറാത്തുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പോ നടന്നുവരെയിരിക്കും. അല്ലെങ്കിൽ പിന്നെ മൂപ്പര് സത്യമെല്ലാം തുറന്നു പറഞ്ഞ അന്തറിലായ. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ഇനി വേണമെങ്കിൽ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാന്നേ ഉള്ളൂ. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. സാർ, സായന പത്രത്തിലൊരു വാർത്തയുണ്ട്. കായലിൽ ഒഴുകി നടക്കുന്ന അജ്ഞാത ജഡം. ടോളിന് താഴെ ഭാഗത്ത് ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ട അജ്ഞാത ജഡം ഒരു യുവാവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. നീല ഷർട്ടും കറുത്ത പാന്റും ധരിച്ചിട്ടുള്ള ജഡം കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. നീല ഷർട്ടും കറുത്ത പാന്റും വേഷം തന്നെയല്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? വരൂ. ഒന്ന് ചോദിക്കട്ടെ. അതെ കാർന്നൂരെ, നിങ്ങൾ ആരെങ്കിലും
ഇതിലൊരു ശവം ഒഴുകി പോകുന്നത് കണ്ടോ? സംഭവം ശരിയാ, ഇവിടെ നിന്ന് തള്ളിവിട്ടു. തള്ളിവിട്ടെന്നോ? അതെ, ഈ കടവത്തടിഞ്ഞ പോലീസുകാരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണം. തള്ളിവിട്ട പൊല്ലാപ്പൊഴിഞ്ഞല്ലോ. കുറെ കൂടി പടിഞ്ഞാറോട്ട് അന്വേഷിച്ചാൽ അറിയാം. അതെ, നിങ്ങൾ ആരെങ്കിലും ശവം കണ്ടോ? കണ്ടോന്നോ? പോലീസൊന്നും അല്ലല്ലോ അല്ലേ? ഏയ്, കമഴ്ന്നാ ഒഴുകി വന്നേ. ആ. നീല ഷർട്ടും കറുത്ത പാന്റും ആ വേഷം. എന്റെ ഈശ്വരാ. തള്ളിവിട്ടപ്പോ ഒന്ന് മറന്നു. വെളുത്ത നിറ, ഏകദേശം 35-40 വയസ്സ് കാണും. എന്താ ആളെ അറിയോ? പടിഞ്ഞാട്ടേന്ന് അന്വേഷിച്ചോളൂ. ഓ, പോലീസുകാർ കണ്ടാ തിരിച്ചറിയില്ലല്ലോ. പഴയ കാലായിരുന്നപ്പോ പോലീസുകാർക്ക് എന്നോടൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് അല്ല നീർക്കോലി, റെസ്പെക്ട്. അതങ്ങ് ബാങ്കിൽ ചെല്ലുമ്പോ പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾ പോയിരുന്നാ ശരി. നിങ്ങളുടെ ആ പഠിപ്പിക്കലൊന്നും വേണ്ട. അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നു. എന്താ കാര്യം? വൈകുന്നതിന് മുമ്പ് ഞാനൊരു പേഴ്സെങ്കിലും അടിച്ചു മാറ്റി ഞാൻ അവർക്ക് അന്തി ഊറ്റാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കും. എല്ലാം കൊള്ളാം, പക്ഷെ തൊപ്പി തലേ കയറിയ പിന്നെ അവരെ സ്നേഹിക്കാൻ കൊള്ളില്ല. എന്തേ? അന്ന് ജീപ്പി കയറ്റി കൊണ്ടുപോയി ഇറക്കി വിട്ടത് എത്ര കിലോമീറ്റർ അകലെയാണെന്നറിയോ? ഇനി ടൗണിൽ കണ്ട കയ്യും കാലും അടിച്ചൊടിച്ചു കളയുന്ന ഒരു ഓർഡർ. ഓർഡർ അല്ല, ആർഡർ. ആർഡർ. ശരി, സമ്മതിച്ചു. ആ. നിങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് കറങ്ങണ കണ്ടപ്പോ കൊതി തോന്നിയതുകൊണ്ടാ ഞാനും ആ മാളത്തിൽ നിന്ന് തന്നോടൊപ്പം പുറത്തിറങ്ങാമെന്ന് കരുതിയേ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. സ്വാമി, 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 സ്വാമി അനുഗ്രഹം തരണം സ്വാമി. സ്വാമി, ഹര ഹരോ ഹര, ഹരോ 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 ഹര. അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വാമി, ഹര ഹരോ ഹര. ഇങ്ങോട്ട്. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. മുരുകാ, പളനിയാണ്ടവ, വടിവേല, അടിയനെ ഇങ്ങനെ പരീക്ഷിക്കരുത്. എന്നെയും പരീക്ഷിക്കരുത്. അടിയൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മன்னிച്ചിടുങ്കോ. മன்னிച്ചു. അടിയനെ ഇങ്ങനെ ഒഴിച്ചു നിർത്താൻ സ്വാമിക്ക് തോന്നിയതെന്തേ? തന്നെ എല്ലാവരും അവഗണിക്കുന്നുണ്ട് തോന്നിയതാവും. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതുപോലെ. ഇപ്പൊ കേട്ടതാവും. എന്താ സ്വാമിയുടെ ഉദ്ദേശം? ഉദ്ദേശം- എന്നാ സ്വാമി മടങ്ങി വരുന്നത്? പറയണം, വിശദമായിട്ട് പറയണം സ്വാമി. സ്വാമി, സ്വാമി പറയാത്തതെന്തേ? പറയണം. സ്വാമി, 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 ഹര ഹരോ ഹര.